ഒരു ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഏറ്റവും കൂടുതൽ തടവ് ശിക്ഷ വിധിച്ചത്, അല്ലെങ്കിൽ സെല്ലുലാർ ജയിലിലെ ആ ഇരുണ്ട അറകളിൽ ഏറ്റവും കൂടുതൽ കാലം ക്രൂരമായ പീഡനം അനുഭവിച്ച നേതാവ് ആരാണ്? ഗാന്ധിയാണോ, നെഹ്റു ആണോ, ഭഗത് സിംഗ് ആണോ? ഉത്തരം വിനായക് ദാമോദർ സവർക്കർ എന്നാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം മുതൽക്കേ TV ഓണാക്കിയാൽ, സോഷ്യൽ മീഡിയ എടുത്താൽ ഒരു പേര് മാത്രം വീണ്ടും വീണ്ടും ഇങ്ങനെ വിവാദങ്ങളുടെ കൊടുങ്കാറ്റാവുന്നു. സവർക്കർ. ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തെ ധീരദേശസ്നേഹി എന്ന് ആദരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം അദ്ദേഹത്തെ ഒറ്റുകാരനെന്നും രാജ്യദ്രോഹി എന്നും വിളിച്ച് ആക്ഷേപിക്കുന്നു. എന്നാൽ ഈ വിവാദങ്ങളുടെയും രാഷ്ട്രീയ ചട്ടക്കൂടുകളുടെയും പുകമറകൾക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇന്ന് നമ്മൾ രാഷ്ട്രീയമെല്ലാം മാറ്റിവെക്കുന്നു. സവർക്കറെ അനുകൂലിക്കുന്നവരുടെയോ എതിർക്കുന്നവരുടെയോ പ്രചാരണങ്ങളല്ല, മറിച്ച് സാക്ഷാൽ ചരിത്രരേഖകൾ EMS നമ്പൂതിരിപ്പാട് മുതൽ മഹാത്മാഗാന്ധിയും നേതാജിയും നെഹ്റുവും ഭഗത് സിംഗും വരെ അദ്ദേഹത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയ ചില ചരിത്ര സത്യങ്ങളാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. സമീപകാലത്ത് കാസർഗോഡ് ജില്ലയിലെ കുമ്പള, മഞ്ചേശ്വരം ഉപജില്ലകളിൽ നടന്നൊരു ഫ്രീഡം ക്വിസ് മത്സരമാണ് ഈ വിവാദങ്ങൾക്ക് വീണ്ടും തിരികൊളുത്തിയത്. ക്വിസിലെ ചോദ്യം ഇതായിരുന്നു: ബ്രിട്ടീഷുകാർ ഏറ്റവും അധികം കാലം ജയിലിൽ അടച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തര സൂചികയിൽ നൽകിയ ഉത്തരം VD സവർക്കർ എന്നാണ്. ഉടൻ തന്നെ രാഷ്ട്രീയ പ്രതിഷേധങ്ങൾ ഉയർന്നു. സ്കൂളുകളിൽ സവർക്കറെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ച് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ചിലർ രംഗത്തേക്കെത്തി. എന്നാൽ ഇവിടെ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ചരിത്ര വസ്തുതകൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമോ പ്രതികൂലമോ ആകുന്നു എന്നതുകൊണ്ട് മാത്രം അവയെ ചരിത്രത്തിൽ നിന്നും മായ്ച്ചു കളയാൻ സാധിക്കുമോ എന്ന്. സവർക്കറെ കുറിച്ചുള്ള ചർച്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് വരുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പ്രമുഖ നേതാവും കേരളത്തിലെ ആദ്യ മുഖ്യമന്ത്രിയുമായിരുന്ന EMS നമ്പൂതിരിപ്പാടിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ്. ചിന്ത പബ്ലിക്കേഷൻസും DC ബുക്സും പുറത്തിറക്കിയ EMSന്റെ ഇന്ത്യൻ സ്വതന്ത്ര സമര ചരിത്രം എന്ന പുസ്തകം എടുത്തൊന്ന് പരിശോധിക്കാം. പേജ് 50 മുതൽ 60 വരെയുള്ള അധ്യായങ്ങളിൽ EMS വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട് 1857 പോരാട്ടം, ആ മഹത്തായ വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ വെറും ഒരു ശിപ്പായി ലഹള എന്ന് വിളിച്ച് നിസ്സാരവൽക്കരിച്ചപ്പോൾ കൃത്യമായ ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് ലോകത്തിന്റെ മുന്നിൽ ആദ്യം അവതരിപ്പിച്ചത് VD സവർക്കറാണ്. അതുപോലെ പേജ് 223 എടുത്ത് നോക്കാം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയതിന്റെ പേരിൽ സവർക്കർ വർഷങ്ങളോളം കഠിന തടവ് അനുഭവിച്ചുവെന്ന് EMS ആണ് ഇത് സമ്മതിക്കുന്നത്. അതുപോലെ പേജ് 223 അഭിനവ ഭാരത എന്ന വിപ്ലവ സംഘടനയിലൂടെ നൂറുകണക്കിന് യുവാക്കളെ സ്വതന്ത്ര സമര രംഗത്തേക്ക് കൊണ്ടുവരുന്നതിൽ സവർക്കർ നിർണായക പങ്ക് വഹിച്ചു. പേജ് 223 ലണ്ടനിൽ വെച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനിടെ ഫ്രാൻസിലെ മാഴ്സയിൽ നിന്ന് തുറമുഖത്ത് വെച്ച് ബ്രിട്ടീഷ് കപ്പലിൽ നിന്നും കടലിലേക്ക് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച ധീരനായിരുന്നു സവർക്കർ എന്ന് EMS രേഖപ്പെടുത്തുന്നു. ഇത് ഇന്നത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകർ എഴുതിയതല്ല, സാക്ഷാൽ EMS നമ്പൂതിരിപ്പാട് രേഖപ്പെടുത്തിയ ചരിത്ര വസ്തുതയാണ്. നമുക്ക് സവർക്കറുടെ ആദ്യകാല രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് ഒന്ന് പോകാം. 1900ങ്ങളുടെ ആദ്യ പകുതിയിൽ ഇന്ത്യയിലും വിദേശത്തും ഒരുപോലെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തിയ വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ അമരക്കാരനായിരുന്നു സവർക്കർ. 1900 ബാബാറാവു സവർക്കർ, വീർ സവർക്കറുടെ മൂത്ത സഹോദരനായ ബാബാറാവു സവർക്കർ നാസിക്കിൽ മിത്രമേളയും പിന്നീട് അഭിനവ ഭാരതും രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ്. സവർക്കറുടെ ദേശസ്നേഹ ചിന്തകളെ വളർത്തിയത് അദ്ദേഹമായിരുന്നു. 1906 പണ്ഡിറ്റ് ശ്യാംജി കൃഷ്ണവർമ്മ, ലണ്ടനിലെ പ്രശസ്തമായ ഇന്ത്യ ഹൗസ് സ്ഥാപകനായ ശ്യാംജി കൃഷ്ണവർമ്മ സവർക്കറുടെ വിപ്ലവ വീര്യം തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിന് ശിവജി സ്കോളർഷിപ്പ് നൽകിയാണ് ലണ്ടനിലേക്ക് കൊണ്ടുവന്നത്. അതുപോലെ 1906 വീരേന്ദ്രനാഥ് ചതോപാധ്യായ, കമ്മ്യൂണിസ്റ്റ് നേതാവാണ്, സ്നേഹപൂർവ്വം ചട്ടോ എന്നറിയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി, ലണ്ടൻ ഇന്ത്യ ഹൗസിൽ സവർക്കറിനോടൊപ്പം പ്രവർത്തിച്ചിരുന്നു. 1909 മദൻലാൽ ദ്രിങ്ക ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായ കരൺസിബ് വൈലിയെ വധിച്ചപ്പോൾ സവർക്കറെ പിന്തുണച്ച് ദ ടൈംസ് പത്രത്തിലേക്ക് കത്തെഴുതിയത് ചതോപാധ്യായ ആയിരുന്നു. 1906 തൊട്ട് 9 വരെയുള്ള കാലഘട്ടത്തിൽ സഹപ്രവർത്തകനായ VVS അയ്യർ, സേനാപതി ബാപ്പട്ട്, ഡോക്ടർ LV രാജപേ, മഹാകവി സുബ്രഹ്മണ്യ ഭാരതി, അതായത് ഭാരതിയാർ തുടങ്ങിയ പ്രമുഖരെല്ലാം സവർക്കറുടെ വിപ്ലവമായ ചിന്തകളിൽ നിന്നും വലിയ തോതിൽ പ്രചോദനം ഉൾക്കൊണ്ടവരാണ്. 1908 RC ദത്ത് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനാണ്. അദ്ദേഹം സവർക്കർ രചിച്ച ദ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് 1857 എന്ന ഗ്രന്ഥത്തിന്റെ കയ്യെഴുത്തു പ്രതി പരിശോധിച്ച നിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തിയായിരുന്നു. 1910 ജൂലൈ 8 ഫ്രാൻസിലെ മാർസെയിൽസ് തുറമുഖത്ത് വെച്ച് സവർക്കർ നടത്തിയ കപ്പലിൽ നിന്നുള്ള രക്ഷപ്പെടൽ ശ്രമം ഒരു അന്താരാഷ്ട്ര നയതന്ത്ര വിഷയമായി മാറി. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചാണ് ഫ്രഞ്ച് മണ്ണിൽ വെച്ച് ബ്രിട്ടീഷുകാർ സവർക്കറെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. അപ്പോൾ ഈ അനീതിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ശബ്ദമുയർത്തിയത് ആരാണെന്നറിയാമോ? സാക്ഷാൽ കാൾ മാർക്സിന്റെ കൊച്ചുമകനായ ജീൻ ലോംഗറ്റ്.
ഫ്രഞ്ച് പത്രങ്ങളിലൂടെയും പൊതുവേദികളിലൂടെയും സവർക്കർക്ക് നീതി ലഭിക്കണമെന്ന് ജീൻ ലോംഗറ്റ് ശക്തമായി വാദിച്ചു. അതോടൊപ്പം ഇന്ത്യയിൽ ലോക്മാന്യ ബാലഗംഗാധര തിലകിന്റെ കേസരി പത്രത്തിലൂടെ സവർക്കറുടെ ഈ ധീരകൃത്യത്തെയും ബ്രിട്ടീഷുകാരുടെ അനീതിയെയും തുറന്നുകാട്ടി ലേഖന പരമ്പരകൾ തന്നെ എഴുതി. സവർക്കർ പെട്ടെന്നൊരു ദിവസം വില്ലനായി മാറിയതാണോ? ആ ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? ചരിത്രത്തിലെ മഹാന്മാരായ നേതാക്കൾ അദ്ദേഹത്തെ എങ്ങനെയാണ് കണ്ടിരുന്നത് എന്ന് നോക്കാം. 1921 ഫെബ്രുവരി 24 തൻ്റെ യങ് ഇന്ത്യ പത്രത്തിൽ ഗാന്ധിജി സവർക്കറെ വിശേഷിപ്പിച്ചത് എ ബ്രേവ് പാട്രിയോട്ട് എന്നാണ്, ധീരനായ ദേശസ്നേഹി എന്ന. പിന്നീട് 1945 സവർക്കറുടെ സഹോദരൻ ഡോക്ടർ നാരായൺ റാവു സവർക്കർ അന്തരിച്ചപ്പോൾ അയച്ച അനുശോചന സന്ദേശത്തിൽ ഗാന്ധിജി അദ്ദേഹത്തെ ആദരവോടെ ഭായ് സവർക്കർ എന്നാണ് അഭിസംബോധന ചെയ്തത്. 1923 ഡിസംബറിൽ നടന്ന കാക്കിനാട് കോൺഗ്രസ് സമ്മേളനത്തിൽ സവർക്കറുടെ തുടർച്ചയായി തടവിനെ അപലപിക്കുകയും അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി ഔദ്യോഗിക പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. അന്നത്തെ സമ്മേളന അധ്യക്ഷനായ മൗലാന മുഹമ്മദ് അലി സവർക്കർക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ദിസ് കോൺഗ്രസ് കണ്ടംസ് ദ കണ്ടിന്യൂഡ് ഇൻകറേഷൻ ഓഫ് വിനായക് ദാമോദർ സവർക്കർ ആൻഡ് എക്സ്പ്രസസ് ഇറ്റ്സ് സിമ്പത്തി വിത്ത് ഡോക്ടർ ND സവർക്കർ ആൻഡ് അതർ മെമ്പേഴ്സ് ഓഫ് ദിസ് ഫാമിലി. വിപ്ലവകാരി ഭഗത് സിംഗ്, മത്വാല തുടങ്ങിയ ഹിന്ദി പത്രങ്ങളിൽ സവർക്കറുടെ അത്യുന്നതമായ ദേശസ്നേഹത്തെയും ത്യാഗങ്ങളെയും പ്രശംസിച്ച് ലേഖനങ്ങൾ എഴുതി. സവർക്കറെ വീർ എന്നും സ്റ്റാഞ്ച് അനാർക്കിസ്റ്റ് എന്നും വിളിച്ചു. തൻ്റെ പ്രശസ്തമായ പ്രിസൺ ഡയറിയിൽ സവർക്കറുടെ ഹിന്ദു പത് പാച്ചാഹി എന്ന പുസ്തകത്തിലെ ഉദ്ധരണികൾ ഭഗത് സിംഗ് സ്വന്തം കൈപ്പടിയിൽ കുറിച്ചു വെച്ചതാണ്. 1929 മാർച്ച് 6 എഴുതിയ ദ പ്രോസ്പെക്ഷൻ ആൻഡ് കൺസർഷൻ ബുക്സ് എന്ന ലേഖനത്തിൽ നെഹ്റു സവർക്കറുടെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന ഗ്രന്ഥത്തെ എ ബ്രില്യൻ ബുക്ക് എന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാപകരിൽ ഒരാളായ MPT ആചാര്യ ലണ്ടനിൽ സവർക്കറുടെ അടുത്ത സഹപ്രവർത്തകനായിരുന്നു. മറ്റൊരു സ്ഥാപകനായ MN റോയ് 1937 സവർക്കറെ നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ ത്യാഗ മനസ്സിനെ അഭിനന്ദിക്കുകയുണ്ടായി. 1940 ജൂണിൽ ബോംബെയിലെ സവർക്കർ സദനിൽ വെച്ച് നേതാജി സവർക്കറെ നേരിൽ കണ്ടു. പിന്നീട് 1944 ജൂൺ 25 ആസാദ് ഹിന്ദ് റേഡിയോ പ്രസംഗത്തിൽ നേതാജി പറഞ്ഞത് ഇറ്റ് ഈസ് ഹേർട്ടിംഗ് ടു നോ ദാറ്റ് വീർ സവർക്കർ ഇസ് ഫിയർലെസ്ലി എക്സോർട്ടിംഗ് ദ യൂത്ത്സ് ഇൻ ഇന്ത്യ എന്ന. അതായത് സവർക്കറുടെ ആഹ്വാനപ്രകാരം സൈന്യത്തിൽ ചേർന്ന യുവാക്കളെയാണ് പിന്നീട് പരിശീലനം നേടി ഇന്ത്യൻ നാഷണൽ ആർമിക്ക് കരുത്തുറ്റ സൈനികരായി മാറിയതെന്നാണ് നേതാജി ഇതിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. 1970 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി വീർ സവർക്കറുടെ സ്മരണാർത്ഥം ഔദ്യോഗിക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ സംഭവമുണ്ട്. സവർക്കറുടെ സ്വതന്ത്ര സമര പങ്കാളിത്തത്തെക്കുറിച്ച് ഇന്ദിരാഗാന്ധി പ്രശംസിച്ച് എഴുതുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് സവർക്കറെ വിമർശിക്കുന്നവരെല്ലാം ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടുന്നത് അദ്ദേഹം ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ നിന്നും എഴുതിയ മാപ്പപേക്ഷകളാണ്, മേഴ്സി പെറ്റീഷൻസ്. എന്താണ് ഇതിന്റെ യഥാർത്ഥ വസ്തുത? ബ്രിട്ടീഷ് തടവറയിൽ 2 ആയുഷ്കാല ശിക്ഷയ്ക്ക്, അതായത് 50 വർഷത്തെ കഠിന തടവിന് വിധിക്കപ്പെട്ട് ആൻഡമാനിലെ ആ ക്രൂരമായ ജയിലിൽ കഴിയുമ്പോൾ ഒരു തന്ത്രപരമായ നീക്കം എന്ന നിലയിൽ ജയിൽ നിയമങ്ങൾ അനുസരിച്ച് ദയാഹർജി നൽകുന്നത് അന്നത്തെ സ്വതന്ത്ര സമര സേനാനികൾക്കിടയിൽ പതിവുള്ളൊരു കാര്യമാണ്. ഗാന്ധിജി തന്നെ സവർക്കറുടെ സഹോദരനോട് ഉപദേശിച്ചിരുന്നു ജയിൽ മോചനത്തിന് വേണ്ടി നിയമപരമായിട്ടുള്ള എല്ലാ വഴികളും പരിശോധിക്കാൻ ഉൾപ്പെടെ എല്ലാം ഉപയോഗിക്കാനായി. ജയിലിനുള്ളിൽ കിടന്ന് ജീവൻ കളയുന്നതിനേക്കാൾ പുറത്തിറങ്ങി രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്ന തന്ത്രപരമായ നിലപാടാണ് സവർക്കർ സ്വീകരിച്ചത്. നിങ്ങൾക്ക് എന്തും ആരോപിക്കാം, പക്ഷേ ഇതാണ് നിങ്ങളായാലും ഈ അവസ്ഥയിൽ നിങ്ങൾ ഇത് തന്നെയാണ് ചെയ്യുക, ഇതിനു വേണ്ടിയാണ് മാപ്പെഴുതി നൽകി എന്ന് മാത്രം പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്നത്. മറുവശത്ത് ഇതേ സവർക്കറുടെ പേരാണ് 2002 ആൻഡമാൻ വിമാനത്താവളത്തിന് വീർ സവർക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന പേര് നൽകിയത്. അത് നമ്മൾ ഓർക്കണം. ചരിത്രത്തെ നമ്മൾ കാണേണ്ടത് ഇന്നത്തെ രാഷ്ട്രീയ കണ്ണുകളിലൂടെയാണോ എന്ന് ചോദിച്ചാൽ സവർക്കർ പിൽക്കാലത്ത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു എന്നതുകൊണ്ട് അതിനു മുമ്പ് അദ്ദേഹം ചെയ്ത ത്യാഗങ്ങളും ആൻഡമാൻ ജയിലിൽ അനുഭവിച്ച ക്രൂരമായ ശാരീരിക പീഡനങ്ങളും സ്വതന്ത്ര സമര പ്രസ്ഥാനത്തിൽ നൽകിയ സംഭാവനകളും എല്ലാം ഇല്ലാതാകുമോ? സന്ദീപ് വാര്യർ എന്ന നേതാവ് കോൺഗ്രസിലേക്ക് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മാറിയപ്പോൾ സ്വീകാര്യനാവുകയും ഒരാൾ പ്രത്യയശാസ്ത്രപരമായി മറ്റൊരു വഴി തിരഞ്ഞെടുത്താൽ അയാളുടെ പൂർവ്വകാലത്തെ മുഴുവൻ റദ്ദാക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയം എത്രത്തോളം ശരിയാണ്? മഹാത്മാഗാന്ധിയും നെഹ്റുവും നേതാജിയും ഭഗത് സിംഗും EMSും വരെ ആദരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്ത ഒരു ചരിത്രത്തെ ഇന്നത്തെ ചില രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നത് ചരിത്രത്തോടുള്ള അനീതി തന്നെയാണ്. ചരിത്രത്തോട് നിങ്ങൾക്ക് യോജിക്കാം, വിയോജിക്കാം, അതൊക്കെ നിങ്ങളുടെ താല്പര്യം. പക്ഷെ അത് വായിച്ച് പഠിച്ച ശേഷം വേണം അഭിപ്രായം പറയാൻ. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് തർക്കിക്കണമെങ്കിൽ തർക്കിക്കാം, അഭിപ്രായവും പറയാം. എന്നാൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.